ഹായ്, ഞാനും പാറൂസും അമ്മയും കൂടി തൃശ്ശൂർ ടൗണിലേക്ക് പോവാണ് കേട്ടോ. പാറൂസിനൊരു ഡ്രസ്സ് എടുക്കണം, പിന്നെ അമ്മയ്ക്ക് ചുരിദാർ എടുക്കണം, പിന്നെ നമുക്ക് കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എനിക്ക് ഫാൻസി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോണേ. പാറൂസിന് ചുമയായ കാരണം അവളെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോയി, പിന്നെ അവിടുന്ന് ബസ് കയറി പിന്നെ കല്യാണിലേക്ക് പോയി. കല്യാണിൽ പോയപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇട്ട് നോക്കിയത്, ഈ ഡ്രസ്സ്. അതന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ ഒരു മിഡിയും ടോപ്പും ഉണ്ടായിരുന്നു, അതിട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഇട്ട് നോക്കിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത് ലിഫ്റ്റിൽ കയറാൻ നോക്കിയപ്പോൾ ഇത് കണ്ടു. അപ്പോൾ അമ്മ ഇതും കൂടെ ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇതിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ബ്ലൂ ആയിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എടുത്തത് തന്നെ ഇട്ട് നോക്കി തന്നെ നമ്മൾ എടുത്തുവിട്ടാ. പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്തു വിട്ടാ. പിന്നെ പോകാൻ നിൽക്കുന്ന നേരത്താണ് എനിക്ക് ഒരു ചുരിദാർ ഭയങ്കര ഇഷ്ടമായി, രണ്ടെണ്ണം ഭയങ്കര ഇഷ്ടമായി. ഒരെണ്ണം ഇതും പിന്നെ ഒരെണ്ണം വൈറ്റും. ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. രണ്ടാമത്തെ വൈറ്റ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഓഫറിന് കിട്ടിയതാണ് കേട്ടോ. 590 രൂപയുള്ളൂ. നല്ല ചുരിദാറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വൈറ്റിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 3 ചുരിദാറുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ്. ഞാനിത് സെലക്ട് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അമ്മ മുമ്പ് സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്ത ചുരിദാറിനെ അമ്മ എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ചുരിദാറായി. എനിക്ക് ചുരിദാർ എടുക്കണം എന്ന് ഉണ്ടായിരുന്നില്ല, പക്ഷേ അമ്മയ്ക്ക് എടുത്തപ്പോൾ ഓഫറിന് ചുരിദാർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പാറസിനും അമ്മയ്ക്കും എനിക്കും എടുത്തിട്ട് ഞങ്ങളിത് മറ്റുള്ള ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചേട്ടനും കുഞ്ഞുഞ്ഞും കൂടെ വരും കേട്ടോ. അവർ നമ്മുടെ ഷോപ്പ് തുറന്നിട്ടുണ്ട്, ഉച്ചവരെ തുറക്കും. ഞായറാഴ്ച ആയ കാരണം സാധാരണ ഉച്ചവരെ തുറക്കാറുള്ളൂ. അപ്പോൾ കുഞ്ഞുഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര ബോറിങ്ങാന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങളുടെ കൂടെ വന്നില്ല. പിന്നെ ഞങ്ങളിതാ നമ്മുടെ ഹോൾസെയിൽ ഫാൻസി കിട്ടുന്നിടത്തേക്ക് ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ, അങ്ങോട്ട് പോയി. അവിടെ നമ്മുടെ കഴിഞ്ഞിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. പാറൂസ് ഇടയ്ക്ക് വാശി പിടിക്കുന്നുണ്ടായിരുന്നു, അത് കാരണം അധികമൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ അമ്മമാരുടെ ക്ലിപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് അധികം ഞാൻ എടുത്തു. എനിക്കും അമ്മയ്ക്കും പാറൂസിനും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവർ അച്ഛനും മോനും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്, അത് കാരണം അവർക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങളെല്ലാവരും ഓരോ ചിക്കൻ റോളും ഓരോ ലൈം ജ്യൂസും കഴിച്ചു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടാണ്. പിന്നെ ഒരു 4 മണിക്കായപ്പോൾ വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ചോറൊക്കെ ഉണ്ട്. ഒരു 6 മണിക്കായപ്പോൾ ഞങ്ങൾ കടയിലേക്ക് പോകാൻ കേട്ടോ. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ, ഉണ്ണികളെയൊന്നും കൊണ്ടുപോയില്ല, അമ്മേനെയും കൊണ്ടുപോയില്ല. കുഞ്ഞു ടാറ്റാ. അല്ല, ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഫാൻസി ഞാൻ ബില്ലിടാനിരിക്കണം കേട്ടോ. കുറച്ച് നാളായി ഞാൻ എൻ്റെ ഫാൻസിയൊക്കെ ബില്ലിടാനിരുന്നിട്ട്. ഇപ്പോൾ എനിക്ക് കടയിലേക്ക് തീരെ വരാൻ പറ്റാത്ത കാരണം അമ്മയാണ് കേട്ടോ ബില്ലൊക്കെ ഇടുക. ചേട്ടനും അമ്മയും മാറി മാറി രണ്ടാളും പർച്ചേസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് തീരെ പോകാൻ പറ്റാത്ത കാരണം ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകണു. ഇനി രണ്ടാമത് ജൂണിൽ തൊട്ട് തുടങ്ങണം കടയിൽ ശ്രദ്ധിക്കാനായിട്ട്. ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതൊക്കെ കമ്മലുകളും ഒക്കെ ഞാൻ നല്ല സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ച് വയ്ക്കും കേട്ടോ. ചേട്ടനും അമ്മയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ഫാൻസി എടുക്കാനായിട്ട്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ എനിക്ക് പറ്റണില്ല. വെക്കേഷന് കഴിയണം, ഇനി ഒന്ന് പോയി തുടങ്ങണമെങ്കിൽ. പിന്നെ ചേട്ടനും എൻ്റെ അപ്പുറത്തിരുന്ന് ബില്ലിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഫ്രെയിംസും പിന്നെ ഗിഫ്റ്റുകളും ബുക്ക് അങ്ങനത്തെ സ്റ്റേഷനറീസൊക്കെ അപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്കൂള് തുറക്കല്ലേ. അങ്ങനെ എൻ്റെ ബില്ലൊക്കെ ഇട്ട് കഴിഞ്ഞു. അതാ ഇന്ന് ഞാനെടുത്ത സാധനങ്ങളാണ് കേട്ടോ. ടിക്ക് ബണ്ണ്, പിന്നെ പൊട്ടുകൾ, കമ്മൽ, സ്റ്റഡ്, സ്ലൈഡുകൾ, പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ബില്ലിട്ട് കഴിയുമ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളി വന്ന് തുടങ്ങിയിട്ടാണ് എപ്പോഴാണ് വരികയെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരും വരുന്നുണ്ടായിരുന്നു, അത് കാരണം കുറച്ച് നേരം വൈകി. ഫുള്ളായിട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി കുറച്ചും കൂടെ വാങ്ങാനുണ്ട്. ഞാൻ റിബണൊക്കെ മറന്നു ഞാൻ വാങ്ങാനായിട്ട്, പിന്നെ നേരം കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു.